സർക്കാർ 3 വർഷത്തിൽ നൽകിയത് 1,80,877 പട്ടയങ്ങളെന്ന് മന്ത്രി കെ രാജൻ. പുതുപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 3 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാരിന് 1,80,877 പട്ടയങ്ങൾ നൽകാനായെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. കേരളത്തിന്റെ സമീപ ഭൂതകാലത്ത് ഇത്രയധികം പട്ടയം നൽകിയ മറ്റൊരു സർക്കാരില്ല. അടുത്ത 1.5 വർഷം കൂടി പിന്നിടുമ്പോൾ കേരളത്തിലെ ഭൂരഹിതരായുള്ള എല്ലാവരെയും ഭൂമിയുടെ ഉടമസ്ഥരാക്കുക എന്ന ചരിത്ര ദൗത്യത്തിലേക്ക് സംസ്ഥാനം കടക്കുമെന്നും മന്ത്രി പറഞ്ഞു. കാർത്തികപ്പള്ളി താലൂക്കിലെ പുതുപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. റവന്യൂ വകുപ്പിന്റെ റിലീസ് പോർട്ടൽ, രജിസ്ട്രേഷൻ പോർട്ടൽ, സർവേ വകുപ്പിന്റെ ഇ-മാപ്പ് പോർട്ടൽ എന്നിവ സംയോജിപ്പിച്ച് എന്റെ ഭൂമി എന്ന പേരിൽ ഇന്റഗ്രേറ്റഡ് പോർട്ടൽ തയ്യാറാക്കി കഴിഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായി വരുന്ന ഇന്റഗ്രേറ്റഡ് പോർട്ടലിന്റെ ഔപചാരിക പ്രഖ്യാപനം ഒക്ടോബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ യൂത്ത് പ്രതിഭ MLA അധ്യക്ഷയായി. ജില്ലാ കളക്ടർ അലസ് വർഗീസ്, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബുജാഷി, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S പവനനാഥൻ, വൈസ് പ്രസിഡന്റ് നീതു ഷാരാജ് എന്നിവർ സംസാരിച്ചു. കേരളത്തിൽ 2 പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ 100 ദിന പരിപാടിയുടെ ഭാഗമായി ഇനി നടക്കാനുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കേരള ചരിത്രത്തിൽ ഒരു പുതിയ അളവ് ഇന്നിപ്പോൾ നാം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും വിപുലമായി കേരളം സംഘടിപ്പിക്കുന്ന ഡിജിറ്റൽ റീസർവേയാണത്. 1967 ആരംഭിച്ചതാണ് കേരളത്തിലെ റീസർവേ നടപടികൾ. പലയിടത്തും നിങ്ങൾ കാണുന്നത് പോലെ ചങ്ങല വലിച്ചും ലിങ്ക്സ് അടയാളപ്പെടുത്തിയും ആരംഭിച്ചിട്ടുള്ള റീസർവേ നടപടികൾ 1996 മുതൽ ഇലക്ട്രോണിക് ടോട്ടൽ സ്റ്റേഷൻ എന്ന സംവിധാനത്തിലേക്ക് വന്നിട്ടും ദീർഘമായിട്ടുള്ള ഒരു 60 വർഷക്കാലത്തിനിടയിൽ കേരളത്തിന് അളന്നു തീർക്കാൻ കഴിഞ്ഞത് 921 വില്ലേജുകൾ മാത്രമാണ്. 55 വർഷക്കാലം കൊണ്ട് കേരളം 52% വില്ലേജുകൾ മാത്രമേ അളന്നു തീർക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് മാത്രമല്ല, അളവുമായി ബന്ധപ്പെട്ട 1,47,000-ഓളം LRM കേസുകൾ ഇന്നും നമ്മുടെ താലൂക്ക് ഓഫീസുകളിൽ നിലനിൽക്കുന്ന വിധത്തിലായിരുന്നു ആ റീസർവേ നടപടികൾ. കേരളത്തിലെ ഈ ഗവൺമെന്റ് ഇന്ന് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയായ കണ്ടിന്യൂവസ്ലി ഓപ്പറേറ്റിംഗ് റെഫറൻസ് സ്റ്റേഷൻ എന്ന കോർ സാങ്കേതിക വിദ്യയുടെ കുടക്കീഴിൽ ആർട്ടിക് റോവർ എന്ന ഏറ്റവും വേഗതയിൽ ഏറ്റവും സുതാര്യമായി ഭൂമി അളക്കാൻ കഴിയുന്ന സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി കേവലം 1.5 വർഷക്കാലം പൂർത്തീകരിക്കുന്നതിനിടയിൽ 208 വില്ലേജുകളിൽ 9-2 പ്രസിദ്ധീകരിക്കാനായി എന്ന് മാത്രമല്ല, ഏതാണ്ട് 392 പഞ്ചായത്തുകളിൽ ഡിജിറ്റൽ റീസർവേ ആദ്യഘട്ടം പൂർണ്ണമായി പുരോഗമിക്കുന്ന വിധിയിൽ സംവിധാനങ്ങൾ നടപ്പിലാക്കാനായി. 3-ാം വാർഷികവുമായി ബന്ധപ്പെട്ട 100 ദിന പരിപാടികളിൽ കേരളത്തിലെ ഗവൺമെന്റ് ലക്ഷ്യം വയ്ക്കുന്നത് കേരളത്തിലെ രജിസ്ട്രേഷൻ വകുപ്പിന്റെ ഭാഗമായിട്ടുള്ള പേളും, റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടുള്ള റിലീസും, സർവേ വകുപ്പിന്റെ ഭാഗമായിട്ടുള്ള ഇ-മാപ്പും 3 പോർട്ടലുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്.